كفاني علم ربي من سؤالي. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, പ്രിയമുള്ളവരെ, ജിന്നിൻ്റെ സാന്നിധ്യമുള്ള വീടുകൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളും ലക്ഷണങ്ങളുമാണ് പറഞ്ഞു വന്നത്. അത്തരം വളരെ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ കൂടി പറഞ്ഞ് നമ്മൾ ഈ സബ്ജക്റ്റ് അവസാനിപ്പിക്കുകയാണ്. കാരണം ശ്രോതാക്കൾക്ക് ഏകദേശം ഒരു രൂപം, ഒരു വീട്ടിലൊരു പൈശാചിക ബാധ ഉണ്ട് അല്ലെങ്കിൽ പിശാചിൻ്റെ സാന്നിധ്യമുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടാകുമെന്നുള്ള അർത്ഥത്തിലാണ് ഈ വിഷയം ഈ സബ്ജക്റ്റോടുകൂടി അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷം അടുത്ത വിഷയത്തിലേക്ക് പോവുകയും ചെയ്യാം. പിശാചിൻ്റെ സാന്നിധ്യമുള്ള വീടുകളിൽ കണ്ടുവരുന്ന വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു ലക്ഷണമാണ് ഏറ് സംഭവിക്കുക. കല്ലുകൾ വീടിൻ്റെ മുകളിലേക്ക് വീഴുക, വീടിൻ്റെ മുറ്റത്ത് വീഴുക, അത് നാം നോക്കി നിൽക്കവേ തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുക, അല്ലെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുക, കാറ്റോ മറ്റ് കാരണങ്ങളോ ഇല്ലാതെ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്ന തെങ്ങിൻ്റെ കൊല തേങ്ങകളോടൊപ്പം നേരെ മുന്നിൽ വീഴുക. സാധാരണ ഒരു തേങ്ങ ഉണങ്ങിയത് വീഴുന്നു അല്ലെങ്കിൽ ഒരു പച്ച തേങ്ങ വീഴുന്നു എന്നതല്ല, അസ്വാഭാവികമായി മനുഷ്യനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ആശങ്കയിൽ ആക്കിക്കൊണ്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടാവുക. അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയുക. അടുക്കളയിലുള്ള സാധനം ഫ്രണ്ട് വാതിലിലൂടെ വീട്ടുമുറ്റത്തേക്ക് എറിയുക. അടുക്കളയിലെ പാത്രങ്ങളോ മറ്റ് സാധനങ്ങളോ അല്ലെങ്കിൽ വീട്ടിലുള്ള കസേരയോ ഇതൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത്തരം ഈ അടയാളങ്ങൾ ഒരു അറിവുകളെന്ന നിലയ്ക്ക് പഠിച്ച് മനസ്സിലാക്കിയത് പറയുക എന്നത് മാത്രമല്ല, ഒരു ചികിത്സകൻ എന്ന നിലയിൽ പല സ്ഥലങ്ങളിലും അത്തരം അനുഭവങ്ങളുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്ത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം നിങ്ങളോട് പറയുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ അനുഭവമില്ലാത്തവർക്ക് വളരെ ആശ്ചര്യകരമായി അല്ലെങ്കിൽ ഇത്തരം കേൾക്കുന്ന കാര്യങ്ങളിൽ സംശയം ജനിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് സൂചിപ്പിച്ചത്. അതിലെ വീടുകളിൽ ലൈറ്റുകൾ പെട്ടെന്ന് അണയുക, സ്വിച്ചടക്കം ഓഫായി പോവുക, അതുപോലെ കാറ്റടിക്കുന്ന അനുഭവം. വീട് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരു കാറ്റ് വീട്ടിൽ നമ്മുടെ ശരീരത്തെ തഴുകിക്കൊണ്ട് അല്പസമയം ഒരു കാറ്റടിക്കുന്ന അനുഭവം ഉണ്ടാവാം. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഏതനുഭവം മനുഷ്യനെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനെ അങ്കലാപ്പിലാക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഏതനുഭവവും അസ്വാഭാവികമായിട്ടുള്ള അനുഭവങ്ങൾ പൈശാചിക സാന്നിധ്യമുള്ള വീടുകളിൽ സംഭവിക്കാമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അനുഭവസ്ഥർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സബ്ജക്റ്റ് കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ ഒരു പരിഹാര മാർഗം അന്വേഷിച്ചുകൊണ്ട് വിളിക്കുന്നതും അന്വേഷിക്കുന്നതും. ഞാൻ അടുത്ത സബ്ജക്റ്റായി പറയാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ട് ഇത്തരം പൈശാചിക സാന്നിധ്യങ്ങൾ വീടുകളെ ബാധിക്കുന്നു, ഉണ്ടാകുന്നു എന്ന സബ്ജക്റ്റാണ്. പക്ഷേ ശ്രോതാക്കളുടെ ആവശ്യം ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്നൊരു പരിഹാര മാർഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സെക്ഷനിൽ ഇതിൻ്റെ പരിഹാര മാർഗങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. كفاني علم ربي من سؤال